കേരളത്തിൽ ചാവേർ സ്ഫോടനത്തിന് പദ്ധതിയിട്ട കേസിന്റെ വിധി അടുത്ത മാസം 7-ന് പ്രസ്താവിക്കും. മലയാളി IS ഭീകരൻ റിയാസ് അബൂബക്കറാണ് കേസിലെ പ്രതി. കൊച്ചി NIA കോടതിയിലാണ് കേസ് പരിഗണിച്ചത്. ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയുടെ ആസൂത്രകരുമായി ചേർന്ന് കേരളത്തിലും സ്ഫോടനം ആസൂത്രണം ചെയ്തുവെന്നാണ് NIA. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, വിധി എപ്പോൾ പ്രതീക്ഷിക്കണം? 7-ാം തീയതി, ഫെബ്രുവരി 7-ാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി പറയാൻ പോകുന്നത്. ഇന്ന് ഏറെക്കുറെ വാദം പ്രതിഭാഗത്തിന്റെയും അതോടൊപ്പം തന്നെ NIA-യുടെയും പൂർത്തിയായി. അതിൽ NIA ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട മാളിലും അതോടൊപ്പം മറൈൻ ഡ്രൈവിലും ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ആക്ഷേപം. അത് മാത്രമല്ല, യുവാക്കളെ ഇതിനായി റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു ഈ റിയാസ് അബൂബക്കറും സംഘവും എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ശ്രീലങ്കയിലെ സ്ഫോടനത്തിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ച സഹ്റാൻ ഹാഷിമുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ആരോപണവും NIA മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അത് കോടതിയിൽ തെളിയിക്കേണ്ടത് NIA-യുടെ ബാധ്യതയുമാണ്. ഇന്നിപ്പോൾ എന്തായാലും ഈ വിചാരണ ഏറെക്കുറെ പൂർത്തിയായി. അതിനുശേഷമാണ് 7-ാം തീയതിയിലേക്ക് വിധി പറയാൻ മാറ്റിയത്. NIA-ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ശ്രീനാഥ് ഹാജരായി. റിയാസ് അബൂബക്കറിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് BA ആളൂരാണ്. ഓക്കെ, ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി.